ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ ബബ്ലുവിന് ആദ്യമായിട്ട് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് LKG. അപ്പോൾ അവൾക്ക് എന്താ പറയുക, ടിഫിനും അതുപോലെ തന്നെ ചോറും കാര്യങ്ങളൊക്കെ വേണം. മാത്രമല്ല ഇന്ന് നമ്മുടെ ചെക്കൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസ്, ഫുഡ് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും മിസ്സാക്കാതെ കാണുക, കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക. പിന്നെന്താ, കുറച്ച് എന്താ സ്പീഡിലാണ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പീഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കരുത്, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് രാവിലെ നീറ്റ് വന്നപ്പോൾ നേരെ കലത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഉണ്ണിക്ക് വേണ്ട ജീരക വെള്ളം ചൂടാക്കാൻ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറിന് വെള്ളം തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കുക വെച്ചിട്ടാണ്. വെള്ളം തിളയ്ക്കുമ്പോൾ അരി കഴുകിയിട്ട് അതിട്ടിട്ട് നേരെ നമ്മുടെ ഇതിലേക്ക് ഇട്ട് ഇത് തിളയ്ക്കുമ്പോൾ ഉപ്പിട്ടിട്ട് നേരെ റൈസ് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് വേവാൻ പണിയുള്ള അരിയാണ്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ഊറ്റി വെച്ചാൽ മതി, എന്നാലും കത്തിക്കാനുള്ള ടൈം പോവില്ലല്ലോ. പിന്നെ തലേ ദിവസം തന്നെ ഞാൻ ക്യാബേജൊക്കെ കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ കുനുകുന അരിഞ്ഞത് ചോപ്പറിലിട്ടിട്ടാണ് ഗൈസ്. നമ്മളെ നന്നായി അരിഞ്ഞ ക്യാബേജിലേക്ക് ഞാൻ ചെറുതാക്കി അരിഞ്ഞ നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായി തിരുമ്മി അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് തിരുമ്മി വെച്ചു. പിന്നെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൾറെഡി കുറച്ച് ഉള്ളി എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, സവാള, പച്ചമുളക്, ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി വഴറ്റി, എന്താ പറയുക, ക്യാരറ്റും കൂടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഉപ്പുമാവ് റെഡിയാക്കാൻ വെച്ചു വിട്ടാൽ. ഇന്ന് ഉപ്പുമാവാണ് ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഉപ്പുമാവ് ബബ്ലുവിന് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സ്നാക്സ് ആയിട്ട് ടിഫിന് അതും മുന്നേ കൊടുത്തു വയ്ക്കാം, കുറച്ച് ബിസ്ക്കറ്റും കൊടുത്തു വയ്ക്കാമെന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ റെഡിയാക്കി. പിന്നെ കടുക് പൊട്ടിച്ചിട്ട് നേരെ നമ്മളെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇങ്ങനെയാണോ കേബേജ് ഉപ്പേരി ഉണ്ടാക്കുകയെന്ന് അറിയില്ല. ഞാൻ എല്ലാതും കൂടിയിട്ട് കൂട്ടി തിരുമ്മിയിട്ട് നേരെ വയ്ക്കുക ചെയ്തത്. എന്നിട്ട് പിന്നെ അത് വാടി വരുമ്പോൾ അതിലേക്ക് നല്ല എന്താ പറയുക, തേങ്ങ ചതവിയതും കൂടി ചേർത്തിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പുമാവ് റെഡിയായി, കേബേജ് ഉപ്പേരി റെഡിയായി, ചോറ് തലേ ദിവസത്തെ ചോറ് കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി വെച്ചു വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ണിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടും ബബ്ലുവിന് സ്കൂളിൽ കൊണ്ടുപോകാനുകൊണ്ടും ചോറ് വേറെ വെച്ചു. ചോറ് എന്നിട്ട് റെഡി ആയപ്പോൾ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് നേരെ നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക് ആക്കിയിട്ടാണ്. പിന്നെ നമ്മൾ ഉപ്പേരി കൂട്ടാനാക്കി. പിന്നെ അതുപോലെ തന്നെ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു, കുത്തി പൊരിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് കൂടുതലും മുട്ട പുഴുങ്ങിയതാണ് ഇഷ്ടം. അപ്പം ഞാൻ പുഴുങ്ങിയത് റെഡിയാക്കി. പക്ഷെ പുഴുങ്ങിയത് എന്താ പറയുക, അതിൻ്റെ വൈറ്റ് മാത്രമേ അവൾക്ക് ഇഷ്ടമുള്ളൂ, യെല്ലോ ഇഷ്ടമല്ല. അപ്പോൾ വൈറ്റ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ, പൊട്ടിച്ച് നോക്കിയപ്പോൾ റെഡി ആയില്ല. അപ്പോൾ എന്തായാലും ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി അതൊക്കെ കെട്ടി വെച്ച് നേരെ വെള്ളവും നിറച്ചിട്ട് എന്താ പറയുക, ബാഗിലെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവളെ നീപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ ചെക്കൻ ഇവിടെ സൈഡിൽ അങ്ങനെ ഓരോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു കേട്ടോ. അപ്പം ലഞ്ച് ബോക്സ് റെഡിയാക്കി, വെള്ളം റെഡിയാക്കിയതിൻ്റെ ശേഷം പിന്നെ കുറച്ച് ഉപ്പുമാവും അതുപോലെ തന്നെ ഒരു 4 ബിസ്ക്കറ്റും വെച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ നേരെ ബബ്ലുവിനെ വിളിക്കാം. ബാഗൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ എന്താ പറയുക, അവളെ പോയി വിളിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അവൾക്ക് സ്പൂണും ഫോർക്കൊക്കെ ആവശ്യമുണ്ട് കേട്ടോ സ്കൂളിലേക്ക്. ഫോർക്ക് ആവശ്യമൊന്നുമില്ല, ഫോർക്ക് നമ്മൾ എന്താണ് കൊണ്ടുപോകണം അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഫോർക്ക് ഞാൻ മാറ്റി വെച്ചു, സ്പൂൺ വെച്ച് കൊടുത്തു. നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ് അവർ ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ രണ്ടിലേക്കും ലഞ്ച് ബോക്സിലേക്കും വേണം, ഇതിലേക്കും ഒരു സ്പൂൺ വെച്ച് കൊടുത്ത് വെള്ളമാക്കി. ബുക്കൊന്നും വേണ്ട കേട്ടോ, ബുക്കൊക്കെ നമ്മൾ സ്കൂളിൽ ഏൽപ്പിച്ചേക്കാണ്. അപ്പോൾ ബുക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, ബാഗിൽ ഇത്രയും കാര്യങ്ങൾ മതി. മറ്റേ പഠിപ്പും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ട്. പിന്നെ ആക്ടിവിറ്റീസ് മാത്രം ഡെയിലി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വരും. അങ്ങനെ ബബ്ലുവിനെ നേരെ നീപ്പിച്ച് ബ്രഷ് ചെയ്ത് വേഗം കുളിപ്പിച്ചു. ആ സമയത്ത് ഉണ്ടായിരുന്ന വ്യൂ ആണ്. കുളിപ്പിക്കാൻ പോയപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മളെ ബാക്ക് സൈഡിലുള്ള
പാടത്തിൻ്റെ വ്യൂ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അവളെ കുളിപ്പിച്ച് ഒക്കെ ചെയ്തിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. ഇൻ ചെയ്ത് എന്താ പറയുക, മുടിയൊക്കെ കെട്ടി 2 സൈഡൊക്കെ മുടി കെട്ടണം മുടിയുള്ളവർക്ക്. അപ്പോൾ മുടിയൊക്കെ കെട്ടി റെഡ് ഹെയർ ബാൻഡാണ് അവർക്ക് വെക്കേണ്ടത്. അപ്പോൾ റെഡ് ഹെയർ ബാൻഡും വെച്ച് പിന്നെ ഫസ്റ്റ് ദിവസമായി ബസ്സിൽ പോകുമ്പോൾ അവർക്ക് പേരെഴുതിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ബസ് നമ്പർ, ഏതാ ക്ലാസ്, ഡിവിഷൻ അങ്ങനെ എഴുതി കൊടുക്കണം. അപ്പോൾ അവിടുത്തെ വണ്ടിയിലത്തെ ആൻറ്റിമാർ എന്ത് ചെയ്യും, അവരെ ക്ലാസ്സിലേക്ക് കൊണ്ടാക്കും. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിസ്സുമാർ അവരെ വണ്ടിയിലേക്ക് ബസ് നമ്പറുള്ള കാരണം അവരെ ഇതാക്കും. അങ്ങനെ അവൾക്ക് ഉമ്മൊക്കെ കൊടുത്ത് എനിക്ക് ഉമ്മൊക്കെ തന്ന് എല്ലാവരും ടാറ്റൊക്കെ പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ ബസ് കയറാൻ പോയി കേട്ടോ. ബസ് കയറാൻ പോയി നിന്നിട്ട് എന്താ പറയുക, ഞാനൊന്ന് വീഴാൻ പോയപ്പോൾ ഭയങ്കര ചിരി മറ്റാൾ. അങ്ങനെ അതേ ബസ് വന്നപ്പോഴായിരുന്നു രംഗം. ബബ്ലുവിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് നല്ല വിഷമം വരും അവൾ പോകുമ്പോൾ. അവൾ വണ്ടിയിൽ കയറണൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പക്ഷെ അവൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ നല്ല കുട്ടിയായിട്ട് കയറിയിരുന്നു. എന്താ പറയുക, ടാറ്റൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അവൾക്ക് പ്രശ്നമില്ല. അവൾക്ക് നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആണ് ബസ്സിൽ പോണത്, സ്കൂളിൽ പോണത്. എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല. ഫസ്റ്റ് ദിവസം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് പോണത്. പക്ഷെ എനിക്ക് ഈ വണ്ടി അങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ കയറിയപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എന്താ പറയുക, നമുക്ക് ഇങ്ങനെ വിഷമം വരുമല്ലോ. പിന്നെ ഫുൾ ടൈം മനസ്സിൽ വരുന്ന ചിന്തകൾ തന്നെയാണ്. അങ്ങനെ നേരെ വീട്ടിൽ വന്ന് അമ്മയ്ക്ക് വയ്യ. അപ്പോൾ എന്തായാലും കുക്കിംഗ് ഫുള്ള് ഞാൻ തന്നെ ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് സദ്യയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ചക്കരശ്ശേരി ഉണ്ടാക്കി, പിന്നെ അവിയലാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയതെങ്കിലും സംഭവങ്ങളൊക്കെ അടിപൊളി ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, എനിക്ക് നല്ല ഇഷ്ടമായി. പൊതുവേ എന്തെങ്കിലുമൊക്കെ ഫ്ലോപ്പ് ആവാറുണ്ട്, പക്ഷേ ഇന്ന് കുക്ക് ചെയ്തപ്പോൾ ഭയങ്കര, ഒന്നാമത്തെ ഉണ്ണിയുടെ ബർത്ത്ഡേ ആണ്, സ്പെഷ്യലാണല്ലോ. പിന്നെ ഒക്കെ ആവണം അങ്ങനത്തെ ഒരു ഇത്. പിന്നെ എന്താ പറയുക, ഒരു ടൈം ആകുമ്പോഴത്തേനും ഫുഡൊക്കെ റെഡിയാക്കി സെറ്റാക്കണ്ടേ. ആ ഒരു വെപ്രാളുണ്ടായിരുന്നു. എനിക്ക് നല്ല കോൾഡ് ഉണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ വോയിസ് കൊടുക്കുമ്പോൾ. അങ്ങനെ പിന്നെ അവിയൽ റെഡി ആയപ്പോഴത്തേനും പിന്നെ ഓലൻ റെഡി ആക്കിയിട്ടാണ്. ഓലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക, കുമ്പളങ്ങ ഉണ്ടല്ലോ, അതിങ്ങനെ അരിഞ്ഞിട്ട് നാളികേരം ചേർത്തിട്ടുള്ള ഒരു ഐറ്റമാണ്. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്, ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ അതേ പാലട പായസം ഉണ്ടാക്കി. അങ്ങനെ പിന്നെ രണ്ടും അടുപ്പത്ത് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേ പപ്പടം റെഡിയായി. അപ്പോൾ പായസം റെഡിയായി, അവിയൽ റെഡിയായി, പിന്നെന്താ ഓല റെഡിയായി, കാബേജ് ഉപ്പേരിയുണ്ട്. അപ്പോൾ സാമ്പാറൊന്നും വയ്ക്കാൻ എനിക്കറിയില്ല, പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കിയതാട്ടോ. പക്ഷെ നന്നായി ഉണ്ടായിരുന്നു, നല്ല ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ എനിക്ക് നന്നായി ഇഷ്ടമായി കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ഉണ്ണിക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതായിരുന്നു പരിപാടി. ഉണ്ണിക്കാണെങ്കിൽ വിശപ്പും പിന്നെ എന്താ പറയുക, ഭയങ്കര ഇതായിരുന്നു, വെപ്രാളം കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ വികൃതിയെ ഇങ്ങനെ എന്താ പറയുക, വെയിറ്റ് ചെയ്യണം, വേഗം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളമായിരുന്നു. അപ്പോൾ അച്ഛൻ അങ്ങനെ പറയുന്നുണ്ട്, വേഗം കറികൾ ഒഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ ആദ്യം സാമ്പാർ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്താ ഓലനാ തോന്നുന്നുണ്ട്, ഓലൻ തന്നെ, ഓല ഒഴിച്ചു കൊടുത്ത് വെള്ളക്കറി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അവിയൽ ഇട്ട് കൊടുത്തു. പിന്നെ ചക്ക എരിശ്ശേരി ഒഴിച്ചു കൊടുത്തു. പിന്നെ എന്തായിരുന്നു, ചക്ക എരിശ്ശേരി, പിന്നെ കാബേജ് തോരൻ, പിന്നെ 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. ഒന്ന് അമ്പലത്തിൽ നിന്ന് കൊടുന്ന പായസം ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടം. അങ്ങനെ ഉണ്ണിക്ക് പിന്നെ എന്താ പറയുക, ഇതിൽ നിന്നൊക്കെ കുറച്ച് മതിയല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ പിറന്നാളായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പിറന്നാളാകുമ്പോൾ നമ്മളെ വീട്ടിൽ ഇങ്ങനത്തെ കുഞ്ഞു കറികളൊക്കെ വെച്ചിട്ട്, ഇങ്ങനത്തെ മെയിൻ കറികളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ സദ്യ ഉണ്ടാറുണ്ട്. അപ്പോൾ ഉണ്ണിക്ക് അങ്ങനെ ഫസ്റ്റ് സദ്യ കൊടുത്തു. ആദ്യം അച്ഛൻ ഉരുട്ടി കൊടുത്തു. കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാനും വായ വെച്ച് കൊടുത്തു. പിന്നെ അവനാണെങ്കിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, ആ മടിയിലിരുന്നിട്ട് ഇതാക്കാൻ. അവനാകെ ഇറങ്ങി പോവുക, അവിടെ കിടന്ന് ഓടണം, അങ്ങനത്തെ ഒക്കെ ഒരു വെപ്രാളം പിടിച്ച ആയിരുന്നു കേട്ടോ അവന്. അതൊക്കെ ഒന്ന് വലിക്കണം,
അങ്ങനത്തെ ഒരു എന്താ പറയുക, അവരുടെ പ്രായം ഇതാണല്ലോ, ഓടി കളിക്കേണ്ട ആ ഒരു ഇതാണല്ലോ, മുട്ടുകുത്തി പോവുക, വലിക്കുക, അതൊക്കെ. അപ്പോൾ അവന് ഫുഡ് കിട്ടണം, വേഗം എന്താ പറയുക, ഫുഡ് വായ വെച്ച് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കാലുകൊണ്ട് വലിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഭക്ഷണം കൊടുത്തു, അമ്മ കൊടുത്തു. അങ്ങനെ അന്നത്തെ സദ്യ അടിപൊളിയായിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വെച്ചാൽ ഞങ്ങൾ 3 ആളും മാത്രമേ ഉള്ളൂ. ഒക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് നേരെ ഉണ്ണി അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അടുക്കളൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണീനെ അവിടെ ഏൽപ്പിച്ചിട്ട് മോളിലേക്ക് വന്നു. മോളിൽ വന്നപ്പോൾ നല്ല മഴയാണ്. എനിക്ക് ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്തിട്ട് ഡ്രസ്സ് തോരിടാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മോളിൽ കയറി പോയതാണ്. പക്ഷേ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മോളിൽ കയറി വന്നു കഴിഞ്ഞാൽ 2 മിനിറ്റ് 3 മിനിറ്റ് ഇങ്ങനെ മഴ ഉണ്ടെങ്കിൽ നോക്കി നിൽക്കൂട്ടോ. ഭയങ്കര രസമാണ് ഇങ്ങോട്ട് നോക്കി നിൽക്കാൻ, ഭയങ്കര പീസ്ഫുള്ളായി തോന്നും. അതുപോലെ തന്നെ നല്ല വൈബല്ല, നല്ല രസമല്ലേ ഇങ്ങോട്ട് നോക്കിയിരിക്കാൻ. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും മുകളിൽ. അപ്പോൾ ഡ്രസ്സൊക്കെ തോരട്ടു. കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം വിഷ്ണു ഫോൺ ചെയ്തപ്പോൾ, വീഡിയോ കോൾ ചെയ്തപ്പോൾ സംസാരിക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ 3:40 ആകുമ്പോൾ ബബ്ലു സ്കൂളിലിട്ട് വരും. അപ്പോൾ അവൾ വിളിക്കാൻ പോയി. ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നടന്നിട്ടാട്ടോ വന്നത്. മഴ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ബൈക്ക് എടുത്തില്ല. അപ്പോൾ നടന്നിട്ട് വീട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് അവൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്, ഒരു പൗച്ചും ഒരു പെൻസിലും. അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എത്തിയിട്ട് ഫുള്ള് വിശേഷങ്ങൾ പറയലൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ദിവസമല്ലേ, അപ്പോൾ അവിടുത്തെ പുതിയ വിശേഷങ്ങൾ, പുതിയ മിസ്സുമാരെ കുറിച്ചിട്ടും ക്ലാസ്സിനെ കുറിച്ചിട്ടും ഫ്രണ്ട്സിനെ കുറിച്ചിട്ടും എന്താ പഠിപ്പിച്ചത്, അങ്ങനെ നല്ല രസമായിരുന്നു അവളുടെ ഫസ്റ്റ് ദിവസത്തെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കാൻ. പിന്നെ നമുക്കും ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അവർ സ്കൂളിൽ പോവുക, അതൊക്കെ കേൾക്കുക എന്നൊക്കെ പറയണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ഉണ്ണിയുടെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് കട്ടിങ് രാത്രി ആക്കി എന്താ വെച്ചാൽ ഞാനും അമ്മയും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ബബ്ലു വരണം, പിന്നെ അനിയൻ വിനു വന്നിട്ടാണ് കേക്ക് കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇഷ്ടമായി.